പക്ഷെ ഇത്രയും ദുരൂഹത നിറഞ്ഞ സാഹചര്യത്തിൽ ആരെടുത്തും ഒരു ഷെയർ ചെയ്യാത്തതാണ് ഈ മരണത്തെ കലാശിച്ചെന്നാണ് ഞങ്ങളൊക്കെ അറിയുന്ന ഒരു നിയമനം. അന്നേ ഒന്ന് ഒരു പേടിപ്പെടുത്തി ചെയ്തിരുന്നേ കുറച്ച് പേടി വരുമായിരുന്നു. പുറത്ത് ഇറങ്ങിയ ഇപ്പൊ വീട്ടിലുള്ളവരെയും കൊല്ലും നാട്ടിലുള്ളവരെയും കൊല്ലുമെന്നല്ല പേടിയായി. ഈ പിതാവിന്റെ മുഖത്ത് കാർക്കിച്ചു വരെ തുപ്പിയെന്നാണ് പറയുന്നത്. ഒരു ഭ്രാന്തിയെ പോലെ കിടന്ന് വിളിക്കുമ്പോൾ വാഹനങ്ങൾ പോകുന്ന ആരും നിർത്തുന്നില്ല. 3 ദിവസത്തിന് മുമ്പ് ഈ 2 വെട്ടുകത്തിയും തമ്മിൽ തേച്ച് മിനുക്കി. അപ്പൊ അമ്മ ചോദിച്ചു എന്തിനാണ് അത് ആവശ്യമുണ്ട്. അമ്മയെ അവൻ സംരക്ഷിച്ച് നിർത്തിയാന്ന്. ഇത്രയും പിടിയും വലിയും നടന്നു, വെട്ട് നടന്നു. ശരീരത്തിൽ ചെറുതും വലുതുമായിട്ട് 28ഓളം വെട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുള്ളത് ഞങ്ങളെ അറിയിച്ചിരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് ബന്ധുക്കൾക്ക് ഇടപെട്ട് കുറച്ചൊക്കെ അതിനൊരു പരിഹാരം കാണാൻ കഴിയുമായിരുന്നുവെന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കും. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ കണ്ടിട്ട് ഇവരിലെ ആർക്കാണ് ഏറ്റവും കൂടുതൽ മുറിവുണ്ടെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ജോസമ്മ മരിച്ചു എന്ന് ഉറപ്പിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കിടപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുള്ളൂ. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ വെട്ടിയിട്ടുണ്ട്. കഴുത്തൊക്കെ അറുത്ത് കളഞ്ഞു. ഈ നെഞ്ചിന്റെ വെട്ടുകൊണ്ട് ഒരാൾ എന്തായാലും മരിക്കില്ല, അത്രയ്ക്കുള്ള വെട്ടില്ല. പക്ഷെ കഴുത്തിന്റെ അറുപ്പും ബാക്ക് തലയിലെ ഒരു വെട്ട് പുറത്തുള്ള കാര്യം ഇവര് പ്രശ്നക്കാരനായിട്ട് ആർക്ക് ഫീൽ ചെയ്തില്ല. അത് ചെറുക്കന്റെ അച്ഛൻ നല്ലൊരു മാന്യമുള്ള മനുഷ്യനായിരുന്നു, എല്ലാവരുടെ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ ഈ വീട്ടിനകത്ത് ഇത്രയും മരിക്കും അന്ന് 2 പ്രാവശ്യം ഇവിടെ വന്ന മനുഷ്യനാണ്. പക്ഷെ ഇത് ഈ വീട്ടിനകത്ത് 2 പേരും ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ അടുത്ത് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന ആൾക്കാരും സമൂഹത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഈ ചെറുക്കൻ കാണുമ്പോൾ ആരടുത്തും സംസാരിക്കുകയില്ല, മിണ്ടുകയില്ല. പിന്നെ ചൈനയിൽ 2 വർഷം പഠനം പൂർത്തിയായില്ല. ചൈനയിൽ നിന്നിട്ട് ഈ കോവിഡ് സമയത്ത് അവൻ തിരിച്ചു വന്നപ്പോൾ ഇവൻ പിന്നെ പഠിക്കാനും പോകില്ല. സർട്ടിഫിക്കറ്റും എന്താ ഇവര് ക്യാഷ് അടച്ചിട്ട് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്താ പറഞ്ഞ വട്ടത്ത് ഈ സംഭവം ഈ കൊച്ചിങ്ങനെയാണ് ഇതിന്റെ ക്യാരക്ടർ 7 വർഷം കൊണ്ട് അവര് പേടിച്ച് ജീവിക്കുന്നെന്ന് പറഞ്ഞിട്ട് ആർക്കും പുറലോകം അറിയാനോ. ഞാൻ പോകുന്ന ചർച്ചിൽ അവരും വരുന്നത്. അപ്പൊ ആ ചർച്ചിലുള്ള പാസ്റ്റർ അടുത്തോ ആരടുത്തും ഇവർ പങ്കുവച്ചിട്ടില്ല. ഇതാണ് ഈ മരണത്തിന് കലാശിച്ചതെന്നാണ് ഞങ്ങളുടെ ഒരു നിയമം. പക്ഷെ ഇപ്പൊ നിലവിലെന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്ററുണ്ട് ഈ പയ്യന്. മൂത്ത ഒരു കൊച്ചുണ്ടായിരുന്നു, അത് ഹാർട്ട് പേഷ്യൻ്റായി മരിച്ചുപോയി. അതിനുശേഷമാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. പക്ഷെ ഈ സഹോദരിയെയും ഈ അമ്മയ്ക്കും ഇപ്പൊ സഹോദരിക്ക് ഒരു കൊച്ചുണ്ട്. ഹസ്ബൻഡ് BSFിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഇവൻ തിരിച്ചു വന്നാൽ മരണം അടുത്ത് സംഭവിക്കുമെന്നാണ് വീട്ടുകാർ ഒരു നിലപാട്. അവർ അങ്ങനെ പേടിച്ച് ജീവിക്കുകയാണ്. പക്ഷെ ഇത്രയും ദുരൂഹത നിറഞ്ഞ സാഹചര്യത്തിൽ ആരെടുത്തും ഒരു ഷെയർ ചെയ്യാത്തതാണ് ഈ മരണത്തെ കലാശിച്ചെന്നാണ് ഞങ്ങളൊക്കെ അറിയുന്ന ഒരു നിയമനം. പിന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ എല്ലാവർക്കും ദുഃഖം തന്നെ. ഇങ്ങനെ ഒരു 2 പ്രാവശ്യം അന്ന് എൻ്റെ വീട്ടിൽ വന്ന മനുഷ്യനാണ്. 2 പ്രാവശ്യം വന്നതാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് വന്ന് പിന്നെ ഒരു 6 മണി സമയത്തിന് ഇവിടെ വന്നതാണ്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന ആൾക്കാർ വീട്ടിലിങ്ങനെ നടക്കുന്ന ആരടുത്തും ഒരു ഷെയർ ചെയ്തില്ല. ചെയ്യുമ്പോൾ അതിനേറ്റപ്പടി നമ്മളും പറഞ്ഞു കൊടുക്കും, കൗൺസിലിംഗ് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ. ഇതിന് മുന്നേ ഈ പൈപ്പ് വീട്ടിനകത്ത് കിടന്ന് നമ്മൾ വീട്ടിനകത്തുള്ള ടാപ്പെല്ലാം അടിച്ച് പൊട്ടിച്ച് വീട് മൊത്തം വെള്ളം നിറഞ്ഞായിരുന്നു. അന്ന് ഈ അണ്ണ എന്ത് ചെയ്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തപ്പോൾ അവർ വന്ന് റിമാൻഡിൽ 1 ദിവസമെങ്കിലും മോനെ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ വലിയ സീരിയസ് ആയിട്ട് അവർ എടുത്തില്ല. ആ കൊച്ചിനെ ഒന്ന് പിടിച്ചുകൊണ്ട് ഒന്നും ചെയ്തുമില്ല അവർ. അപ്പൊ അന്നേ ഒന്ന് ഒരു പേടിപ്പെടുത്തി ചെയ്തിരുന്നേ കുറച്ച് പേടി വരുമായിരുന്നു. പിന്നെ വേറൊരു തെറ്റെന്ന് പറയും, ഇവൻ ചോദിക്കും പോലെ ക്യാഷ് അവർ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഈ ചൈനയിൽ പോയി പഠനം പൂർത്തിയാകാതെ വന്ന് പിന്നെ ഇവര് ക്യാഷ് അടച്ചെന്നാണ് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല, ഏജൻസി വഴിയാണ് ക്യാഷ് അടച്ചെന്നാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇവൻ അഭിനയിക്കാൻ കൊച്ചിയിൽ പോയി അഭിനയ പഠനം വേണ്ടി ഇരുന്നിട്ട് ഇപ്പൊ ഇടയ്ക്ക് വന്ന് ഞങ്ങളടുത്തും ക്യാഷ് ചോദിച്ചു 50,000 ഉണ്ടോ. അപ്പൊ നമ്മളെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത്. 50,000 ഉണ്ടോ, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് അഭിനയിക്കാൻ പോയി കൊച്ചിയിൽ. അഭിനയിക്കാൻ പോയതിനു ശേഷമാണ് ഈ റൂമിനകത്ത് ആരെയും കയറ്റില്ല, പെങ്ങളെയും കയറ്റില്ല, അമ്മയ്ക്കും പോകാൻ അനുവാദമില്ല, അച്ഛനും പോകാൻ അനുവാദമില്ല. പക്ഷെ എന്താ പറഞ്ഞ വട്ടത്ത് ഇത് കൊച്ചിയിൽ പോയിട്ട് അവിടെ പോയതിനു ശേഷമാണ് ഇവന്റെ ഈ സ്വഭാവത്തിന് വളരെ ഒരു മാറ്റം വന്നെന്നാണ് ഈ കൊച്ചിന്റെ അമ്മ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്ന ഈ നാട്ടുകാരെ മൊത്തം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഒരു സ്വപ്നത്തിലെ പോലും ഞങ്ങൾ ആരും വിചാരിച്ചതല്ല ഈ മരണം ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാം, അവന് ഒരു
അവരൊരു ഇപ്പൊ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് വീട്ടില്. കമ്പി, പിന്നെ ഈ ഒറേനിയ ഷീറ്റ്, പെയിന്റ്, സിമെന്റ്, അങ്ങനെയൊക്കെ ഒരു ബിസിനസ്സും ഈ അണ്ണൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ തന്നെ. കാർ പോർച്ചിന്റെ തൊട്ടായിട്ട് ഒരു ഷീറ്റ് ഇറക്കി അങ്ങനെ ഒരു സ്ഥാപനം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മോന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതിന് മുന്നേ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ, ഇവൻ ആദ്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 ഇയർ ചേർത്തു. അപ്പൊ അവിടെ 2 ഇയർ ചേർത്ത് അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചൈനയിൽ ഒരു ഡോക്ടറിന് വേണ്ടി അണ്ണൻ കൊണ്ട് കൊച്ചിനെ ചേർക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഈ കൊച്ചിൻ്റെത്. പിന്നെ ഇപ്പൊ എന്ത്, നാട് മൊത്തം ഒരു നെട്ടലിരിക്കുക തന്നെ. എന്താ പറഞ്ഞോട്ടെ, പുറത്ത് ഇറങ്ങിയാൽ ഇപ്പൊ വീട്ടിലുള്ളവരെയും കൊല്ലും, നാട്ടിലുള്ളവരെയും കൊല്ലുമെന്നല്ല പേടിയായിരിക്കുന്നത്. കൊടുവാള് എന്തൊക്കെ റൂം തുറന്ന് പരിശോധിച്ചപ്പോ വാളുണ്ട്, പിന്നെ ഈ വവ്വാലിന്റെ ദൃശ്യമുള്ള എന്തോ കൊടുവാളുണ്ട്, പിന്നെ മണ്ണൊക്കെ ചേർത്ത് എന്തോ ബിംബങ്ങൾ ഉണ്ടാക്കി ബിംബങ്ങളെ തലയെ ഛേദിക്കുന്ന ഒരു ദൃശ്യം അതങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പടമൊക്കെ, ഒത്തിരി പടങ്ങളൊക്കെ ആ റൂമിനകത്ത് ഉണ്ടെന്നാണ് ഇപ്പൊ ഈ പോലീസൊക്കെ പോയി പരിശോധിച്ചല്ല. അപ്പൊ അതില് കാണാനുള്ള ദൃശ്യങ്ങൾ. എന്താ പറഞ്ഞത്, മെക്കാനിക്കൽ 2 ഇയർ കഴിഞ്ഞില്ല, 4 ഇയർ ആണ് എഞ്ചിനീയറിംഗ്. ഇപ്പൊ 2 ഇയർ കഴിഞ്ഞപ്പോഴാണ് ഈ അണ്ണൻ ഈ മകനെ കൊണ്ട് ചൈനയിൽ ചേർക്കുന്നത്. അത് പുള്ളിക്കാരന്റെ സമ്മതത്തോടെ കൂടെയാണോ അതോ അവരെ ഇഷ്ടത്തിനാണോ ചെയ്തത്? പുള്ളിക്കാരന്റെ സമ്മതം ഇല്ലാതെ അവൻ എങ്ങനെയാണ് പഠിക്കാൻ പോണത്? അവൻ സമ്മതിച്ചായിരിക്കും. സമ്മതിക്കാതെ ഇപ്പൊ അവൻ പറയും എനിക്ക് ഈ കോഴ്സ് തന്നെ മതി, ഞാൻ ഇവിടെ പഠിക്കാന്ന് പറയുമ്പോ ഇവൻ തന്നെ പറഞ്ഞായിരിക്കും എന്നാണ് എന്റെ മനസ്സിൽ. ഇവൻ പറയാതെ എങ്ങനെയാണ് അവരങ്ങനെ കൊണ്ട് ചേർത്തത് പൈസ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത്? അപ്പം അവന്റെ ലൈഫ് നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് കൊണ്ട് അങ്ങ് ചേർക്കാൻ കാര്യം. അവൻ പഠിക്കട്ടെ എന്ന്. അപ്പൊ ഈ കൊറോണ കഴിഞ്ഞെന്താ എന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞാൽ പോവേയില്ല. അങ്ങനെ പിന്നെ എന്താ പറഞ്ഞ ഒട്ടത്ത് വന്നിട്ട് പിന്നെ ഇവര് ഇപ്പം ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇവർ ആരെടുത്തും ഷെയർ ചെയ്തില്ല ഈ കാര്യങ്ങളൊക്കെ. ഒന്നും വേണ്ടല്ലോ, ഈ റൂമിനകത്ത് കയറാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് കയറാൻ പറ്റാത്തതെന്ന് ഒരാളിൻ്റെ അവിടെ അവരെ ബന്ധുക്കളെടുത്ത് അറിയിക്കാനോ ഒരു പോലീസിൽ പരാതി കൊടുക്കാൻ ചെയ്തിരുന്നെങ്കിൽ മരണത്തിലുള്ള ഒരിക്കലും കലാശിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഇത്. മാതൃകയായിട്ട ഒരു കുടുംബമായിരുന്നു, ആർക്കും ഒരു ശല്യമല്ല, വളരെ സ്നേഹത്തോട് അമ്മയും അച്ഛനുമാണ്, വളരെ സമാധാനം. സംസാരിക്കുന്ന പോലും അടുത്തവർക്ക് കേൾക്കത്തില്ല, അത്ര ഒരു സമാധാനമുള്ള ഒരു ഫാമിലിയായിരുന്നു. പിന്നെ ദൈവഭയമുള്ള ക്രിസ്ത്യൻസാണ് ഞങ്ങൾ, ദൈവഭയമുള്ള ഒരു ഫാമിലിയുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒന്ന് വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും ചിന്തിച്ചില്ല. അങ്ങനെയാണ് ഇവിടത്തെ ഇത്. എന്താ പറഞ്ഞ നമ്മളൊക്കെ എൻ്റെ അടുത്ത് ആര് കണ്ടാലും ഉണ്ടല്ലോ മൂന്നിരിക്കും, ആരുടെ അടുത്ത് സംസാരിക്കത്തില്ല. അപ്പം എൻ്റെ അടുത്തൊന്നുമില്ല, നമ്മൾ അറിയുന്ന പയ്യനും അല്ല, പക്ഷെ ആരടുത്തും സംസാരിക്കത്തില്ല. ജിമ്മിൽ പോകും, ജിമ്മിൽ പോയാലും ജിമ്മിലുള്ളവരടുത്ത് ആരടുത്തും സംസാരിക്കത്തില്ല. ജിമ്മിൽ പോകും, ആ തിരിച്ചു വരും. ഈ മരിക്കുന്ന അന്ന് ജിമ്മിൽ പോയിട്ട് വന്നപ്പോഴാണ് ഈ മരണം ഇതിൽ സെറ്റിയിൽ കിടന്ന ഈ അണ്ണനെ വീഴ്ത്തിയത്. അങ്ങനെ ജീവന് വേണ്ടി പേടിച്ചവർ അടുക്കളയിൽ കൂടെ അവരെ ഭാര്യ എന്ന് പറഞ്ഞ് അടുക്കളയിൽ കൂടെ ഓടിക്കൊള്ളാം, കൊല്ലല്ലടാ എന്ന് വിളിച്ചിട്ട് ഓടി. എന്നിട്ട് വെട്ടിയിട്ട് പിന്നെ മരിച്ചതിന് ശേഷമാണ് ഈ കഴുത്ത് അറുത്തതെന്നാണ് പറയുന്നത്. എൻ്റെ പേര് ഷൈൻകുമാർ. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് പെരുങ്കടവുള. പിന്നെ എൻ്റെ ബന്ധു കൂടിയാണ് ഈ മരണപ്പെട്ട ജോസ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. വാസ്തവത്തിൽ വളരെ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസം ഞാനിത് 9:45 ഫോൺ എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഫോൺ ചെയ്ത് അറിയിച്ചതനുസരിച്ചാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പോലീസ് ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു, ഗേറ്റ് പൂട്ടിയിരുന്നു. എന്നെ അകത്ത് വിട്ടു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വാസ്തവത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങളെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ എല്ലാവരും, ഈ ജോസിൻ്റെ പത്നി, മക്കൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞു വന്നിരുന്നത്. ഈ പ്രജനൻ്റെ നേരെ മൂത്തതൊരു സഹോദരിയാണ്, വിവാഹിതയാണ്, ഒരു കുഞ്ഞുണ്ട്. മൂത്ത ഒരു മകനുണ്ടായിരുന്നു, പ്രജൻ്റെ മൂത്ത ജ്യേഷ്ഠൻ. 9ാമത്തെ വയസ്സിൽ ഹാർട്ടിന് പ്രോബ്ലം വന്ന് മരണപ്പെട്ടു. അതിനുശേഷമാണ് പ്രജനെ ലഭിക്കുന്നത്. അപ്പോൾ ആ വീട്ടുകാരും ഞങ്ങളും ബന്ധുക്കളും എല്ലാം വാത്സല്യം അധികമായി ഈ പ്രജന് കൊടുത്തു, ഞങ്ങളുടെ കുടുംബം അംഗങ്ങൾ.
അങ്ങനെ നല്ല രീതിയിൽ വളർത്തി. അവൻ +2 കഴിയുന്നത് വരെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചൈനയിൽ MBBS വിദ്യാഭ്യാസത്തിന് അവനെ അയക്കുന്നത്. അവിടുത്തെ പഠനം കഴിഞ്ഞ് ഈ MBBS പഠനത്തിന് പോകുന്നത് വരെ അങ്ങനെ ഒരു ദുശീലമോ അങ്ങനെ മറ്റ് ശല്യക്കാരനോ ആയിരുന്നില്ല ഞങ്ങൾക്ക് എല്ലാം. അവൻ വളരെ സൗമ്യനായ ഒരു മകനായിരുന്നു ഞങ്ങൾക്ക്. ചൈനയിലെ പഠനം പൂർത്തീകരിച്ച് തന്നെയാണ് വന്നത്. 4 കോഴ്സ് കഴിഞ്ഞ് വരുന്നത് കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് വരുമ്പോൾ അവൻ ക്വാറന്റൈനിൽ, ചെന്നൈയിലെ ക്വാറന്റൈനിൽ എല്ലാം കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. ആ വീട്ടിലെത്തിയ അവസരത്ത് കോവിഡ് കാരണം ഈ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഇവൻ, ഒരു മുറിക്കകത്താണ് ഇവൻ സ്ഥിരമായി ഇരിക്കുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ തന്നെ മാതാപിതാക്കളോട് നല്ല സന്തോഷത്തോടെ കഴിഞ്ഞു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അവൻ ഈ അപ്പനും അമ്മയോട് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതം അവനുണ്ടായി തുടങ്ങി. അങ്ങനെ ദേഷ്യപ്പെടുന്ന ആ പ്രകൃതക്കാരനായി വന്നപ്പോൾ അപ്പനും അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും അവർ വളരെ സ്നേഹപൂർവ്വം അവനെ സാന്ത്വനിപ്പിച്ച് മകൻ എന്നുള്ള ആ വാത്സല്യം, ചെറുതിലേ കൊടുത്ത ആ വാത്സല്യത്തോടെ തന്നെ അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ ഇവർ തിരക്കിയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, കോഴ്സ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അവന് ലഭ്യമായില്ല. അപ്പോൾ അത് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം തന്നെ അത് ഫീസ് അടയ്ക്കാൻ, ആ കോവിഡ് സമയത്ത് ഇവർ നേരിട്ട് ഫീസ് അടയ്ക്കാനുള്ള ആപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ ഏജൻസിയെ ബന്ധപ്പെട്ടു. ഏജൻസി എറണാകുളത്തെ ഏജൻസിയാണ്. ആ ഏജൻസിയെ ബന്ധപ്പെട്ടപ്പോൾ ക്യാഷ് അവരെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ട ഫീസ് ആ ഏജൻസിയെ ഏൽപ്പിച്ചു. അങ്ങനെ ഫീസ് അവരെ ഏൽപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഈ ദിവസങ്ങൾ പലത് കഴിയും തോറും ഈ പ്രജിൻ്റെ സമ്മർദ്ദം കൂടി വന്നു. അവന് അവനോടൊപ്പം പഠിച്ചവരെല്ലാം ഡോക്ടറായി ഓരോ ജോലിയിലേക്ക് കയറി. ഈ ഏജൻസിയെ ബന്ധപ്പെട്ടു. ഇന്നാവട്ടെ നാളെ ആ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. അവസാനം ഈ പ്രജിൻ തന്നെ ആ എറണാകുളത്തെ ഓഫീസിൽ പോയി സത്യാഗ്രഹം ഇരുന്നു. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു, കേസായി. അങ്ങനെ ഒരു കോംപ്രമൈസിൽ അന്ന് ഇങ്ങ് പോരുകയും ചെയ്തു. പക്ഷേ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. യൂണിവേഴ്സിറ്റി തിരക്കിയപ്പോൾ ഇവർ പൈസ അടച്ചില്ല എന്നുള്ളതാണ് കാരണമാണ് കിട്ടിയ റിപ്ലൈ. അപ്പോൾ അതിൻ്റെ കാലാവധി തീരാറായി. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും അവന് ഈ ഡിഗ്രി കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകുന്ന ഒരവസ്ഥയിലോട്ട് പോയി. അങ്ങനെ ദിവസവും ഇതിൻ്റെ പേരിലും ചെറിയ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിപ്പോഴാണ് അത് അറിയുന്നത് കൂടുതൽ. എന്നാൽ ആ സന്ദർഭത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളത് ഞങ്ങളെ അറിയിച്ചിരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക്, ബന്ധുക്കൾക്ക് ഇടപെട്ട് കുറച്ചൊക്കെ അതിനൊരു പരിഹാരം കാണാൻ കഴിയുമായിരുന്നുവെന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. എന്തായാലും അത് കഴിഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഈ അടുത്ത കാലത്ത് അവന് ഒരു സിനിമ അഭിനയം പഠിക്കണമെന്നുള്ള തോന്നൽ വന്നു. അങ്ങനെ അത് വീട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരോട് പറയുകയും ആ സിനിമ അഭിനയം പഠിക്കുന്നതിന് പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ, നമ്മൾ വിശ്വാസത്തിൽ ഒരു പെന്തക്കോസ്ത് സഭയിലാണ് പോകുന്നത്, വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമുക്കത് വേണോ? അപ്പോൾ ഇല്ല, അവന് പഠിച്ചേ മതിയായി. ശരി, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ അയച്ചു. 1.5 ലക്ഷം രൂപയും വാങ്ങിയാണ് പോയത്. അവിടെ 3 മാസത്തെ ഹോസ്റ്റൽ ഫീസ് അടച്ചിട്ടുണ്ട്. 90,000 രൂപ അവിടുത്തെ ഏതോ ഈ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലും അടച്ച് ആ കോഴ്സ് കഴിഞ്ഞാണ് വന്നതെന്നാണ് വീട്ടുകാർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്തായാലും അതും കഴിഞ്ഞ് വന്നു. ഈ കോവിഡ് കാലത്ത് ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം, ഈ എറണാകുളത്ത് പോയിട്ട് വന്നതിന് ശേഷം ഇവൻ്റെ സ്വഭാവത്തിന് വളരെ വ്യത്യാസം വന്നു എന്നാണ് അമ്മ പറയുന്നത്. കാര്യം, ഈ ക്രൂരമായി പെരുമാറുന്നത്, അമ്മയെ മർദ്ദിക്കുക, അച്ഛനെ മർദ്ദിക്കുക, രണ്ടുപേരെയും ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുക, ഇങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് അവൻ മാറി. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് പല സംഭവങ്ങളും നടന്നത്.
ഒരിക്കൽ അവൻ്റെ വീട്ടിൽ തന്നെ ഇവരെ അടിച്ച് പുറത്താക്കി, പുറത്താക്കി രാത്രിയാണ്. ഈ വീട്ടിന് ഫ്രണ്ടിൽ വരുന്ന ഈ ഡൈനിങ്ങും ഹാളുമായി വരുന്ന സ്ഥലത്ത് ഫ്രണ്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് പൈപ്പ് എല്ലാം അടിച്ചുകൊണ്ട് വെള്ളം, വീട്ടിനകം നിറച്ച് വെള്ളം, കുളിയെല്ലാം അവൻ അവിടെ നിന്നാണ് നടത്തിയത്. അപ്പോൾ ഇത് സഹിക്കാതെ പ്രജിൻ്റെ അപ്പൻ നൂറിൽ വിളിച്ച് വെള്ളയുടെ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. അവിടെ നിന്ന് പോലീസ് വന്നപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. ഉടനെ തന്നെ അവനെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. ഒരു കോംപ്രമൈസ് ഉള്ളത്, അവനെ മര്യാദ വിലക്കി 10 ദിവസം സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് പറഞ്ഞ് അതനുസരിച്ചെല്ലാം അവൻ പോവുകയും ചെയ്തു. ആ സമയം കുറച്ചവൻ സൈലൻറ്റുമായി, പിന്നെ ഒരു മര്യാദക്കാരനായി അങ്ങനെ വന്നിട്ട് വീണ്ടും പഴയ നിലയിലോട്ട് പോയി. മർദ്ദിക്കുക, അമ്മയെ മർദ്ദിക്കുക, അച്ഛനെ മർദ്ദിക്കുക. ആ കാരണമൊന്നും വേണ്ട. അവൻ്റെ അമ്മ ഇപ്പോൾ പറഞ്ഞത്, മരണത്തിന് ശേഷം ഞങ്ങളോട് സംസാരിച്ചത്, അവൻ്റെ പപ്പ എന്തു പറയുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അവൻ പെരുമാറുന്നത്. എന്തു പറഞ്ഞാൽ അവൻ്റെ പപ്പ എന്ത് വാങ്ങിക്കൊടുക്കാൻ ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും. ഇപ്പോൾ തന്നെ അടുത്ത കാലത്തൊരു ഐഫോൺ 60,000-65,000 രൂപയ്ക്ക് എന്തോ വാങ്ങിക്കൊടുത്തത്, അതെല്ലാം ഫോർമാറ്റ് ചെയ്ത് ഈ സംഭവത്തിന് തൊട്ട് 2-3 ദിവസത്തിന് ഫോർമാറ്റ് ചെയ്തിട്ട് ആ ഫോണിനെ അമ്മയുടെ കയ്യിൽ ഇത് ഇനി എനിക്ക് വേണ്ട, ഇത് നിങ്ങൾ ഉപയോഗിച്ചോളണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് അതിലും ദുരൂഹതയുണ്ട്. ഈ ഫോൺ കഴിഞ്ഞ നാൾ വരെ ഉപയോഗിച്ചിരുന്നത് അവനാണ്. ഫോർമാറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അപ്പോൾ അത് പോലീസ് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. അത് ഒന്ന്. അപ്പോൾ 2, ഇവനെ ഈ പിതാവിനെയും മാതാവിനെയും ക്രൂരമായി മർദ്ദിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ പിതാവിൻ്റെ മുഖത്ത് കാർക്കിച്ചു വരെ തുപ്പിയെന്നാണ് പറയുന്നത് അമ്മ. വളരെ വേദനജനകമുണ്ട്. ഞങ്ങൾക്കൊക്കെ മനസ്സ് ഭയങ്കരമായി വേദനിച്ച കാര്യം. അപ്പോൾ അവൻ ഈ കൊലപാതകം ചെയ്തിട്ട് അവൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞത്, പോലീസുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല, എന്നെ മുറിയിൽ അടച്ചിട്ടാണ് വളർത്തുന്നത്, അതുകൊണ്ടാണ് എനിക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, 28 വയസ്സായി, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്നാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും അത് ബന്ധുക്കളായ ഞങ്ങൾക്ക് ഒരിക്കലും 1% ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. അത് 100% തെറ്റാണ്. കാരണം 4 വർഷം ചൈനയിൽ അയച്ച് പഠിപ്പിച്ച് ഇവിടെ വന്നു. അവന് വേണ്ടി ചിലവാക്കിയത് 85 ലക്ഷത്തോളം രൂപയാണ്. മാത്രമല്ല അവൻ ചോദിക്കുന്ന എല്ലാത്തിനും പൈസ കൊടുക്കും. 10 രൂപയാണെങ്കിലും അവൻ ചോദിച്ചാൽ അത് കൊടുത്തിരിക്കും. അതാണ് ആ മാതാപിതാക്കൾ. എന്നിട്ട് ഈ പറഞ്ഞത്, ഈ മർദ്ദിക്കുമ്പോൾ കൈകൂപ്പി തല താഴ്ത്തി ആ പിതാവ് വിനയനായിരിക്കും, ഒന്നും മറുപടി പറയില്ല, എല്ലാം സഹിച്ചു. അമ്മയും ആ പിതാവും കഴിയുന്നത്ര അവർ സഹിച്ചാണ് ഇത്രയും വലിയ. അവസാനം പുറം ലോകം ഒന്നും അറിയണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവർക്കിപ്പോൾ പറയേണ്ടി വന്നു ഈ അവസ്ഥയിൽ. ഇത് ഒരു കുടുംബത്തിലും ഇത് വരരുത്. ഇത് ഓരോ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ മക്കൾക്കും ഇതൊരു അനുഭവമാണ് ഈ അവരുടെ ആ കുടുംബത്തിൽ സംഭവിച്ചത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബന്ധുക്കളായ നിങ്ങളോട് കുടുംബം പറഞ്ഞായിരുന്നു എപ്പോഴെങ്കിലും? കാരണം കഴിഞ്ഞ 7 വർഷമായിട്ടാണ് ഇതേപോലുള്ള അനുഭവങ്ങൾ കുടുംബക്കാർക്കുണ്ടായി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇല്ല, അതാണ് ഞങ്ങൾക്കും വിഷമം. ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഈ അതാണ് ഞാൻ പറഞ്ഞത്, ഈ അപ്പനും അമ്മയും അവരുടെ അഭിമാനം, അവരെ ആർക്കും ദോഷക്കാരല്ല. പക്ഷേ ഇത് പുറത്തുള്ളവർ അറിയണ്ട, അവൻ്റെ ഈ രീതി അറിയണ്ട എന്ന് അവർ തീരുമാനിച്ചതാണ് ഈ അപകടത്തിൽ ചെന്ന് പറ്റിയത്. ഇല്ല, ഞങ്ങൾ ഈ ഇതേപോലെ ഫംഗ്ഷൻ, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഈ പ്രജിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൾക്ക് കല്യാണമായിരുന്നു. അന്ന് വന്നു. കല്യാണത്തിന് പള്ളിയിലെ കെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും മണ്ഡപത്തിലാണ് പോയത്. പക്ഷേ പ്രജിനും പ്രജിൻ്റെ പപ്പ, അമ്മ, സഹോദരി എല്ലാവരും കയറിയ വാഹനം പ്രജിനാണ് ഓടിച്ചത്. അവൻ മണ്ഡപത്തിൽ വരുന്നതിന് വരെ നേരെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. എന്തിന്? ഒരു മരുന്ന് വാങ്ങണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ പള്ളിയിൽ നിന്ന് നേരെ വീട്ടിലാണ് വന്നത്. കാറ് അലസ്യമായി ഓടിച്ചെന്നാണ് പറയുന്നത്. വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അവൻ വീട്ടിൽ കയറിപ്പോയി. പിന്നെ പ്രജിൻ്റെ പപ്പയാണ് കാറും മണ്ഡപത്തിൽ തിരിച്ചു വന്നത്. അവൻ ഈ പറയുന്ന രീതിയിൽ അവന് ഒരു മാനസിക പ്രയാസം ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഇത്
അവനെ സംബന്ധിച്ച് അവൻ എല്ലാം ബോധപൂർവം ചെയ്താണ്. പപ്പയും അമ്മയും ഉണ്ട്. അമ്മയ്ക്ക് ഒരു പോറലും ഏറ്റിട്ടില്ല. അമ്മയെ അവൻ സംരക്ഷിച്ച് നിർത്തിയാന്ന്. ഇത്രയും പിടിയും വലിയും നടന്നു, വെട്ട് നടന്നു. ശരീരത്തിൽ ചെറുതും വലുതുമായിട്ട് 28ഓളം വെട്ടുണ്ട്. ഈ സംഭവം ആദ്യം ഹാളിലെന്നാണ് തുടങ്ങുന്നത്. വെട്ടി ഉറങ്ങിക്കിടന്ന അന്നേ ദിവസം, അതുകൂടെ പറയാം, ഒന്നേ ദിവസം അമ്മ മൊബൈലിലെ പ്രയർ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ഓൺലൈൻ ഡൈനിങ്ങിൽ അവിടെ ഇരുന്നു. പപ്പ വന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നപ്പോൾ അവനും വന്നിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. കഴിച്ചിട്ട് പപ്പ സെറ്റിൽ കയറി കിടന്നു. അവൻ മുകളിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് അടുത്തൊരു കടയുണ്ട്, അവിടെ ചെന്ന് സിഗരറ്റ് വാങ്ങി മുകളിൽ കയറി. സിഗരറ്റ് വലിച്ച് തീർന്നതിന് ശേഷമാണ് ഇറങ്ങി വന്നത്. 2 വെട്ടുകുത്തി ആ വീട്ടിലുണ്ട്. ഒന്ന് മൂർച്ചയുള്ളത്, ഒന്ന് മൂർച്ചയില്ലാത്തത്. 3 ദിവസത്തിന് മുമ്പ് ഈ 2 വെട്ടുകുത്തിയും തമ്മിൽ തേച്ച് മിനുക്കി. അപ്പം അമ്മ ചോദിച്ചു, എന്തിനാണ് അത്, ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം കൊണ്ട് അടുക്കളയിൽ വച്ചിരുന്നു. അപ്പം അമ്മ ഈ മൂർച്ചയുള്ള വെട്ടുകത്തി എടുത്ത് മാറ്റിയിരുന്നു. അവസാനം ഈ കർത്തവ്യം നിർവഹിച്ചിരിക്കുന്നത് ആ മോശപ്പെട്ട വെട്ടുകത്തിച്ചാണ്. അപ്പോൾ അപ്പ ഉറങ്ങിക്കിടന്നു. ഈ വെട്ടുകത്തിയായിട്ട് വന്നു. ആദ്യത്തെ വെട്ട് നെഞ്ചിലാണ്. ഈ നെഞ്ചിലെ വെട്ട് എണീറ്റ് പുള്ളിക്ക് ശബ്ദം വരുന്നില്ല. ശബ്ദം കേട്ട് അമ്മ ഓടി വന്നു. പിടിയും വലിയുമായി. അപ്പം അമ്മ ഓടി രക്ഷപ്പെടാൻ പറയുന്നു. ഫ്രണ്ട് വാതിൽ ക്ലോസ് ആണ്. അടുക്കളയിലോട്ട് ഓടി. അപ്പോൾ രക്തം ഒഴുകി തുടങ്ങി. അടുക്കളയിലോട്ട് ഓടി. അടുക്കളയിലെ പുറം വാതിൽ കൊളുത്ത് എടുക്കുന്നതിനിടയ്ക്ക് ആണ് ഈ വെട്ട് പുറകിൽ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഊഹമാണ് ഈ തലയ്ക്ക് വെട്ട് വന്നത് അപ്പോഴായിരിക്കണം. മറിഞ്ഞു വീഴുന്നു. ഈ സമയത്ത് ഇടയിലെ കൊളുത്ത് അമ്മ വീണ്ടും പിടിച്ചു. അങ്ങനെ ബനിയനിൽ പിടിച്ച് വലിച്ചിട്ട് കിട്ടിയില്ല. ബനിയൻ കീറി വന്നു. അപ്പോൾ രക്ഷിക്കണേ എന്ന് വിളിച്ച് ഈ അമ്മ പുറത്തേക്ക് ഓടി റോഡിൽ പോയി. റോഡിൽ ചെന്ന് രാത്രി 9 മണിക്കാണ്. ഒരു ഭ്രാന്തിയെ പോലെ കിടന്ന് വിളിക്കുമ്പോൾ വാഹനങ്ങൾ പോകുന്ന ആരും നിർത്തുന്നില്ല. അപ്പോൾ ഒരു ബൈക്കുകാരൻ വന്ന് അവൻ ശ്രദ്ധിച്ച് അടുത്ത വീട്ടിൽ പറഞ്ഞപ്പോൾ അവരാണ് പിന്നെ പോലീസിൽ വിളിക്കുക. പക്ഷെ അതിനു മുമ്പ് പോലീസ് അറിഞ്ഞു. ഈ സമയത്ത് നോക്കിക്കൊള്ളണം, ഈ അമ്മ തിരിച്ച് റോഡിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ ഈ മകൻ മൃഗീയമായി അടുത്തിരുന്ന കത്തി എടുത്ത് കഴുത്ത് അറുത്ത് ആ ചങ്കറ്റപ്പോൾ അത് അടച്ചു പിടിച്ചാണ് മരണപ്പെട്ടു എന്ന് ഉറപ്പ് വന്നാണ് അവൻ എണീറ്റ്. അപ്പോൾ ഈ അമ്മ പോകുന്നു. അപ്പൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നു. ഇവരെ നോക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഇവർ കെട്ടിപ്പിടിച്ച് ഇവരും ബോധം കെട്ട് വീണു. ഈ സമയത്ത് പോലീസ് വരുന്നു. ഇവരെ ആശുപത്രിയിലോട്ട് മാറ്റുന്നു. വളരെ നീചമായി ചെയ്തു കളഞ്ഞു. ഒരു കുടുംബത്തിലും ഇത് സംഭവിക്കരുത്. അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കണം. ഇതെന്താണ്, ഞങ്ങൾക്ക് അങ്ങനെയാണെന്നോ ഇല്ലെന്നോ അല്ല. എറണാകുളത്ത് നിന്ന് വന്നതിന് ശേഷമാണ് ഇവൻ്റെ ഭാവത്ത് വ്യത്യാസം. എൻ്റെ മുറി കയറി നോക്കിയാൽ അറിയാം. അലസമായി വീട്ടേക്കാണ്. അതിനകത്ത് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ പേര് സരള വിൻസെൻ്റ് ആണ്. ഞാൻ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ മാനൂർ വാർഡിലെ മെമ്പറും വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമാണ്. നമ്മുടെ ജോസണ്ണൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം എന്നെ പോലീസ് വിളിച്ച് പറയുകയായിരുന്നു ഈ സംഭവം നടന്ന സമയത്ത് തന്നെ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നുകൊണ്ടിരുന്ന സമയത്ത് എന്നെ വിളിച്ച് പറയുകയും 5 വരം കാലം എത്തിയപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ വന്നു നിറയെ പോലീസായിരുന്നു. അപ്പോൾ ഇനിയും കാണാൻ കഴിഞ്ഞത് ഈ ജോസണ്ണൻ്റെ മൃതദേഹത്തിൽ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കണ്ടത്. രക്തത്തിൽ കുളിർന്ന് കിടക്കുന്ന അമ്മ. അപ്പോൾ ഇതിൽ ആർക്കാണോ വെട്ടുകൊണ്ടെന്ന് ഒരു കൺഫ്യൂഷൻ. അമ്മ അത്രയ്ക്ക് ബ്ലഡിൽ കുതിർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. എനിക്കാകെ പേടിയായി ഇത് കണ്ടിട്ട്. എൻ്റെ മാനസികാവസ്ഥ ഭയങ്കര ഇതായിരുന്നു. എൻ്റെ അടുത്ത് പോലീസ് പറഞ്ഞു, മെമ്പറെ ഒന്ന് ശ്രദ്ധിച്ചോളണം, ഈ അമ്മ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്ത് പിച്ചാത്തിയുണ്ട്, അപകടം നടത്തിയ കത്തി അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ തോന്നി, പേടി തോന്നി. ചിലപ്പം ഇവരുടെ മാനസികാവസ്ഥ അപ്പോഴത്തേതിൽ ഈ മോൻ ചിലപ്പോൾ തിരിച്ചു വന്ന് നിൽക്കുന്നുവെന്ന് പേടിച്ചിട്ട് ഇവർ നമ്മളെ എന്തെങ്കിലും ആക്രമിക്കുമോ അല്ലെങ്കിൽ ഇവർ തന്നെ കൈയുടെ ഞരമ്പോലോ അറക്കുമോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ ആ ടെൻഷൻ കാരണം ഞാൻ പോലീസിനോട് പറഞ്ഞു, സാർ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ കൂടെ എൻ്റെ അടുത്തുനിന്ന് ഞാൻ ഉടനെ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഓടി വന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്ത് ആൾക്കാരെയൊക്കെ അറിയിച്ചു. ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ ഇവരെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അമ്മയെ കണ്ടിട്ട് ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മുറിവുണ്ടെന്ന് അറിയാൻ വയ്യ. അപ്പോൾ
എന്തായാലും ജോസണ്ണ മരിച്ചു എന്ന് ഉറപ്പിച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കിടപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുള്ളൂ. പിന്നെ ഞാനും ഇവിടെ സജിത ജോൺ എന്ന് പറഞ്ഞൊരു പഴയ പഞ്ചായത്ത് മെമ്പറുണ്ട് എൻ്റെ അടുത്ത് താമസിക്കുന്നത്. പുള്ളിക്കാരി വന്നു, ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇവരെ തൂക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ വേറെ 2 ഡെറിൻ എന്ന് പറഞ്ഞൊരു പയ്യന് 2 പോലീസുകാരും കൂടി സഹായിച്ച് ഇവരെ തൂക്കി ഇറക്കി പുറത്തിറക്കി ഞങ്ങൾ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശരീരാക്സരം പല്ലിന്റെ ഇട വരെ ബ്ലഡ് ഉണ്ടായിരുന്നു. അത്രയും മുഖവും ശരീരം മൊത്തവും ബ്ലഡായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇവരെ ഡ്രസ്സെല്ലാം മാറ്റി ക്ലീൻ ചെയ്തൊന്ന് പരിശോധിച്ചപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ സുഷമ ചേച്ചിക്ക് ഓർമ്മ പോകുമെങ്കിലും ഓർമ്മ തിരിച്ചു വരും, അബോധാവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചപ്പം അവരെ ഒന്നും ചെയ്തതായിട്ട് അവൻ പറയുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞില്ല എന്നെ ഒന്നും ചെയ്തില്ല എന്നിങ്ങനെ പറയുകയും. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു എന്താണ് വിഷയം. അപ്പോഴവർ പറഞ്ഞത് ഇവിടെ വേറെ വിഷയമൊന്നുമില്ല. അപ്പം ഞാൻ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇല്ല, പ്രശ്നമില്ല. അച്ഛനും മോനും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച ശേഷം അവൻ മുകളിലോട്ട് പോയി. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് തിരിച്ചിറങ്ങി 10 രൂപ ചോദിച്ചു. അപ്പോൾ ഈ 10 രൂപ കൊടുത്തു. അവൻ സിഗരറ്റ് വാങ്ങാനാണ് താഴെ പോയി സിഗരറ്റ് വാങ്ങിയിട്ട് വന്ന് മുകളിലോട്ട് പോയി. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പുറത്തെ സൈഡിലേക്ക് പോയി. ഈ കിടന്ന ഹാളിൻ്റെ അപ്പുറത്തായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇവർ മൊബൈലിലപ്പോൾ എന്തോ അതുകൊണ്ട് വീഡിയോ ദൃശ്യങ്ങളുണ്ട്, അതൊക്കെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊക്കെയായിരുന്നു. അപ്പോൾ ഇവ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവരെ ജോസണ്ണനെ ആക്രമിച്ചതായിട്ടാണ് കണ്ടതായിട്ടാണ് ചേച്ചി പറഞ്ഞത്. ഇത് ചേച്ചിയുടെ സർവ്വശക്തി ഉപയോഗിച്ച് ഇവനെ പിടിച്ചു വലിക്കുകയും മാറ്റാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചപ്പം ഇവർക്ക് ഒട്ടും പറ്റിയില്ല. എന്നിട്ട് ഇവങ്ങനെ കഴുത്തിലിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെ ഈ ചേച്ചി പുറത്തിറങ്ങി റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി ആൾക്കാരെ വിളിച്ച് എങ്ങനെയെങ്കിലും രക്ഷിക്കട്ടെ എന്ന് പറയും. അപ്പൊ ഞാൻ ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, ചേച്ചി റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവനെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവനെ കണ്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് തന്നെ പറയുന്ന ആ സമയത്തായിരിക്കും ഇവൻ കഴുത്തറുത്തിട്ട് ഇറങ്ങി വന്നതായിരിക്കാം. ഇറങ്ങി വന്ന് അവര് തിരിച്ച് റോഡിൽ നിന്ന് തിരിച്ച് കയറും മുമ്പേ അവൻ തിരിച്ചിറങ്ങി വന്ന് കാറും എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടറായി. അപ്പോഴാണ് അവിടെ പോയപ്പോഴാണ് പോലീസിന്റെ അടുത്ത് ഞാൻ എൻ്റെ അച്ഛനെ കൊന്നു എന്നുള്ള സംസാരം വന്നതും പോലീസ് വന്ന് ഇവനെ തിരിച്ചു കൊണ്ടുവന്ന് സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ ശരിയാണ്, ഇവിടെ ആള് മരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എന്നെ പോലീസ് ഉടനെ വിളിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ പിന്നെ മാനസികമായി ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പൈസയ്ക്ക് വേണ്ടി ശല്യം ചെയ്യുകയും പൈസ ചോദിച്ചില്ലെങ്കിൽ ഉടനെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരു പ്രവണതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇന്നലെ ഇവിടെ വന്നു. അന്ന് തന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ സ്റ്റേഷനിൽ പോയി. രാവിലെ അപ്പം ഈ പ്രജിൻ അവിടെ ഉണ്ടായിരുന്നു, സ്റ്റേഷനിൽ കുത്തിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ കണ്ടിട്ട് ഈ കുത്തി കാല് കെട്ടിയിരുന്ന ആ പൊസിഷനിൽ നിന്ന് മാറി നമ്മളെ ഫേസ് ചെയ്യാതിരിക്കാൻ കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊക്കെ ഇരുന്നു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കണമെന്നുള്ള ഒരു ടെൻഡൻസിയോടെയാണ് ഞാൻ നിന്നത്. പക്ഷെ എന്നെ ഫേസ് ചെയ്യണില്ല. പക്ഷെ മുഖത്ത് നോക്കിയൊരു വിഷമം അങ്ങനെയൊന്നും അവന് ഫീൽ ചെയ്യുന്നില്ല. അവൻ കൂളായിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചിവിടെ വന്നു. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പാറശാല ഹോസ്പിറ്റലിൽ പോയി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടൊക്കെ പോയി. അപ്പോൾ ഇവിടെ ബ്ലോക്ക് മെമ്പർ ഷൈനണ്ണൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ഭീകരത മനസ്സിലായി. ഇത്രയും വെട്ടി എന്നുള്ളത്. കഴുത്തൊക്കെ അറുത്ത് കളഞ്ഞു. ഈ നെഞ്ചിന്റെ വെട്ടുകൊണ്ട് ഒരാൾ എന്തായാലും മരിക്കില്ല, അത്രയ്ക്കുള്ള വെട്ടില്ല. പക്ഷെ കഴുത്തിന്റെ അറുപ്പും ബാക്ക് തലയിലൊരു വെട്ട്, ഇങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ ഒന്ന് ചേച്ചിയോട് സംസാരിച്ചപ്പോഴും ഇവൻ പറഞ്ഞത് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ്. ആദ്യ സ്റ്റേഷനിൽ എന്നെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുന്നു. പക്ഷെ ഞാൻ ഇവിടെ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ഇവന് എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. മരിയഗിരി കൊണ്ട് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ വാങ്ങി. അപ്പം എൻ്റെ സഹോദരി അവിടെയാണ് പഠിച്ചത്. അപ്പം അവിടെ ഒരു പയ്യനോട് സ്നേഹമായി അവനോട് ഇറങ്ങിപ്പോയി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരെല്ലാം കളിയാക്കിയതുകൊണ്ട് ഇനി ആ കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷമാണ് ചൈനയിൽ മെഡിസിന് വേണ്ടി പോവാൻ വേണ്ടി ഒരു ബന്ധു വഴി എന്തോ അവർ പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഇവനെയും കൂടി വിട്ടു. അപ്പോൾ അതിന് അവന് സന്തോഷമായിരുന്നു. അങ്ങനെ അവനെ വിദ്യാഭ്യാസത്തിൽ അവർ തടസ്സം നിന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചൈനയിൽ നിന്ന് പോയിട്ട് വന്ന ശേഷമാണ് ഇവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നതും. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് പോവുകയും അവിടെ കൂട്ടുകാരോടെ താമസിക്കുകയും ഈ അസമയങ്ങളിൽ വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങി പോവുകയും അപ്പോൾ പിന്നെ തിരിച്ചു വരികയും ഈ ഫോറൻസിക്കാർ ആ മുറി പരിശോധിച്ചപ്പോൾ ഞാൻ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നി. ഒരമ്മയും അച്ഛനും മകനും മാത്രമുള്ള വീട്ടിൽ ഒരു മുറി ഇത്രയ്ക്ക് കൂട്ടിയിട്ട് സ്വകാര്യതയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ അത്രമാത്രം അവൻ മാതാപിതാക്കളെ ചൂഷണം ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാം.
എന്നുവെച്ചാൽ ആ മുറിയിൽ പോകാൻ പാടില്ല, അവിടെ കയറാൻ പാടില്ല, സ്റ്റെപ്പിന് മുകളിലോട്ട് കയറാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ നമുക്ക് അത് ഈ കൊച്ചു ചെറുത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ രാത്രി പോക്കും വരവും ഒക്കെ ഇവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു ഇവ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ചെറുപ്പക്കാരമായ പയ്യന്മാർ പറയുന്നത് ബൈക്കിൽ സ്പീഡിൽ പോവുകയും ബൈക്കിൽ തിരിച്ച് സ്പീഡിൽ വരികയും ചെയ്യും. പക്ഷെ എവിടെ പോകണമെന്നോ എന്തെന്നോ ആരടുത്തും സംസാരിക്കാത്തത് കൊണ്ട് പുറത്തുള്ളവർക്കാരും ഇവര് പ്രശ്നക്കാരനായിട്ട് ആർക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ വീട്ടിനകത്ത് അമ്മ പറഞ്ഞതാണ് ഷട്ടിൽ പിടിച്ച് തൂക്കി നിർത്തി അമ്മയുടെ തലമുടി കുത്തുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഇവിടെ ഉണ്ടായിരുന്ന ഈ 7 വർഷം കഠിന തടവിലായിരുന്നു, ഞങ്ങൾ ഭയങ്കര മാനസികമായി പീഡനത്തിലായിരുന്നു എന്നൊക്കെയാണ് അമ്മ പറയുന്നത് ഇപ്പൊ. പക്ഷെ അപ്പോഴൊക്കെ ആരും ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇതിനകത്തുള്ള എന്താണെന്നുള്ളത് ഇനി കറക്റ്റായിട്ട് അവർക്ക് അവരുടെ ഫാമിലിയിലുള്ളവർക്കേ അറിയാവൂ. ആശുപത്രിയില് നമ്മള് രാത്രി 11 മണിയായപ്പം ജോസന്റെ മോൾ അവിടെ വന്നു ഈ വിഷയം അറിഞ്ഞിട്ട്. അപ്പോഴാ അമ്മ മോളെ കണ്ടിട്ട് ഇങ്ങനെയാണ് കരഞ്ഞത്, മക്കളെ നീ ഉണ്ടായിരുന്നേ നിന്നെ അവൻ കൊല്ലുമായിരുന്നു. അപ്പൊ അവർക്ക് അറിയാമായിരിക്കും ഇവിടെ വിഷയങ്ങളുള്ള കാര്യം, ഫാമിലിക്കകത്ത് എല്ലാവർക്കും അറിയായിരിക്കും. അല്ലെങ്കിൽ അമ്മ അപ്പോഴങ്ങനെ മോളെ നോക്കി പറഞ്ഞ് കരയേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ എന്തൊക്കെയോ ദുരൂഹത ഉണ്ട് എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം ഇപ്പൊ പറയുന്നത് ബ്ലാക്ക് മാജിക് ഉണ്ട്, ബ്ലാക്ക് മാജിന്റെ ഭാഗമായി അവിടെ എന്തൊക്കെ ഞാൻ പിന്നെ ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അപ്പൊ ഇത് പോലീസ് അപ്പൊ പരിശോധിച്ചെങ്കിലും എനിക്ക് എന്താണെന്ന് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ. അറിയാന്നുണ്ടെങ്കിലല്ലേ നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു പടം കാണുമ്പോൾ ഇത് ഇന്നതല്ലേ എന്ന് ചോദിക്കുള്ളൂ. പക്ഷെ ഇപ്പോഴാണെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് ഞാനും ഇങ്ങനെ പറയുന്നത് മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അപ്പൊ അതായിരിക്കും എന്നുള്ളത്. ഒരു വലിയൊരു കത്തി അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ പിറ്റെന്നൊക്കെ പറയുന്ന കത്തി കണ്ടില്ല എന്ന് ആരെടുത്തോ എന്താണെന്ന് അറിയാൻ വയ്യ. ഇവിടെ ക്ലീൻ ചെയ്ത സമയത്തും ഫോറൻസിക് പരിശോധിച്ച സമയത്തൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും പുറത്തുനിന്ന് ആരെയും കയറ്റിയില്ല, അവരുടെ ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്താണെന്നുള്ളത്.